ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അകത്ത് നമ്മൾ ബാത്റൂം അറ്റാച്ച് ആയിട്ടാണെങ്കിലും റൂമുകൾ അറ്റാച്ച് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് കബോർഡിൻ്റെ വർക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ കബോർഡിൻ്റെ വർക്കുകൾ നമുക്ക് എങ്ങനെ നമ്മുടെ റൂമിൻ്റെ സ്പേസ് പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാനുള്ള ഡീറ്റെയിൽസാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ്. ആ ബെഡ്റൂമിൽ തന്നെ ലാപ്ടോപ്പിൻ്റെ ഏരിയ, അതായത് നമ്മൾ കയറി വരുന്ന എൻട്രൻസിനോട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റം വയ്ക്കാനുള്ള ഒരു ഏരിയ നമ്മൾ ആദ്യമേ ചെയ്തു. അതിനുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു വെറൈറ്റി ഡിസൈനും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഗ്രേയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേബിൾ കാര്യങ്ങൾ താഴെ നിന്ന് അടിച്ച് ക്ലിയർ ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് ഡ്രസ്സിങ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലാപ്ടോപ്പിൻ്റെ ഏരിയ, അതിന് തൊട്ടടുത്ത് തന്നെ ഡ്രസ്സിങ് ഏരിയ താഴെ വരുന്ന ഏരിയകളിൽ നമുക്ക് കബോർഡ്, ചെറിയ കബോർഡ് കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ഡ്രോ വരുന്നുണ്ട്. ഈ ഡ്രോയുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു കണ്ണാടി കൂടി ഉറപ്പിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ കണ്ണാടി വരും, പിന്നെ അതിൻ്റെ താഴെ ഡ്രോ സെറ്റപ്പ് വരും. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചീപ്പ്, അതുപോലെ തന്നെ ഡ്രയർ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്ക് മാറിയിട്ട് നമ്മുടെ ഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയ, അടിപൊളി ഏരിയയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേയിൽ തന്നെ വൈറ്റ് ഡിസൈനിങ് കൊടുത്തിരിക്കുന്ന മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിൽ സ്പേസ് വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ കോളങ്ങളായിട്ട് തന്നെ ഒരുപാട് തിരിച്ചിട്ടുണ്ട്. ആ ചെറിയ ഏരിയകളുണ്ട്. അത് കൂടാതെ തന്നെ ഇതിലൊരു വെറൈറ്റി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. സാധാരണ ചെയ്യുന്നതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കണ്ടോ, ഇത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഡ്രോഡ് ഞാൻ ജസ്റ്റ് നിങ്ങൾ തുറന്ന് കാണിച്ചു തരാം. അതിൻ്റെ താക്കോൽ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കണ്ടോ, നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ഏറ്റവും താഴെയാണ് സാധാരണ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിലാണ് ഷർട്ട് ഇടുന്ന ഏരിയകൾ നമ്മൾ കൊടുക്കാറ്. ഇവിടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് യൂസ് ചെയ്യാൻ, എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കോട്ടിൻ്റെ ഏരിയ, ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ഷർട്ടൊക്കെ ഇടാനും അത്യാവശ്യം വലിപ്പമുള്ള ഡ്രസ്സുകൾ ഇടാനുള്ള ഏരിയകളാണ് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ കാണുന്ന രണ്ട് ക്ലാമ്പുകളുണ്ട്. അതിൻ്റെ അകത്തേക്കാണ് നമുക്കൊരു പൈപ്പ് വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഒരു പൈപ്പ് ഇട്ടതിന് ശേഷം അതിലൂടെ ആങ്കറിൽ തൂക്കി നമുക്ക് ഇടാവുന്ന ഒരു ഏരിയ കൂടി കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ സെക്ഷനും മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മളെല്ലാം കണ്ടിരിക്കുന്നത്, റോളെല്ലാം കണ്ടിരിക്കുന്നത് ഏറ്റവും മുകളിലാണ് ഈ പറയുന്ന വലിയൊരു ഏരിയ കൊടുത്തിട്ട് താഴെയാണ് തട്ടായി കൊടുത്തിരിക്കുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി സൗകര്യപ്രദം എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ മൾട്ടിവുഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഹിഞ്ചസ് കാര്യങ്ങൾ കൊടുക്കാനുള്ള ഏറ്റവും നല്ലത്. കാരണം മൾട്ടിവുഡ് ആയതുകൊണ്ട് ഭാവിയിലേക്ക് തൂങ്ങി വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. കാരണം അതിൻ്റെ മെറ്റീരിയൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇഞ്ചസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആ തൂങ്ങി വരൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം ഭാവിയിലേക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മൾട്ടിവുഡ് അങ്ങനെ ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചസ് മാക്സിമം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം മാക്സിമം സോൾവ് ചെയ്യാം. എന്നും ഒരേ ലെവലിൽ തന്നെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ, ഇഞ്ചസിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ, ഇഞ്ചസ് ഉദ്ദേശിച്ച വിജാഗിരി, അതിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോറുകൾ തമ്മിൽ ഉറയുന്ന ഒരു എഫക്റ്റ് ഭാവിയിലേക്ക് നമുക്ക് സാധാൻ സാധിക്കും. അപ്പോൾ ഒറ്റ ലെയറിൽ തന്നെ ലാപ്ടോപ്പിൻ്റെ, അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റം വയ്ക്കാവുന്ന ഏരിയ, തൊട്ടപ്പുറത്ത് ഡ്രസ്സിങ് ഏരിയ, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് മൊത്തം കബോർഡ്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഏരിയ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു റൂമിൻ്റെ സൈഡിൽ ഒട്ടും സ്പേസ് പോകാത്ത രീതിയിൽ, കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്. ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.